എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു മാത്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ വളരെ കണക്കിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്നതിലൂടെ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി മാത്സിലെ ചോദ്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടോപ്പിക്ക് മാത്രം വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ കിട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ചോദ്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് തറവായി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമ്മളിങ്ങനെ ഡെയിലി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം. അതിൻ്റെ കൂട്ടം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എയും ബിയും ഒരുമിച്ച് ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇത് നമുക്കറിയാം, വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു സെഷനാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നിട്ടുള്ള ക്വസ്റ്റനാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഇതേപോലത്തെ മറ്റൊരു ചോദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കഷനിൽ ചെയ്തിട്ടുണ്ട്. അതിൽ സിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചധികം എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഓരോ സമയത്തും ഞാൻ ഓരോ ചോദ്യത്തിലേക്ക് വരുമ്പോഴും അപ്പോൾ വീഡിയോ നിങ്ങൾ പോസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കണം. എന്നിട്ട് വേണം ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കാനേ. ഞാൻ ചിലപ്പോൾ പറഞ്ഞ സമയത്ത് അത് ഇടയ്ക്ക് ശ്രദ്ധിച്ചില്ല എന്ന് വരും. ക്ലിയർ? അപ്പോൾ ഇതാ, എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്ന പറഞ്ഞത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, അതിൻ്റെ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് എഴുതി നോക്കുക. എ എന്ന് പറയുന്ന ആൾക്ക് ആ ജോലി ചെയ്തു തീർക്കാൻ വേണ്ടത് 20 ദിവസമാണെന്നാണ് പറഞ്ഞത്, ആണല്ലോ. ഇനി തൊട്ട് താഴെ ബി എന്ന് പറയുന്ന ആൾക്ക് അതേ ജോലി ചെയ്തു തീർക്കാൻ 30 ദിവസം ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. 30 ദിവസം ആവശ്യമുണ്ട്. എയും ബിയും ഒരുമിച്ചിട്ട് ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണമെന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ അവർക്ക് ഒരുമിച്ച് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ 10 ദിവസം, 12 ദിവസം, 20 ദിവസം, 25 ദിവസം എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. ഒന്ന് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എയും ബിയും കൂടെ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ചും കൂടി കുറവായിരിക്കില്ല ദിവസങ്ങൾ, അല്ലേ? നമുക്ക് എന്തായാലും 30-നേക്കാൾ വലിയ ദിവസമൊന്നും വരില്ലല്ലോ, അല്ലേ? ഉറപ്പായിട്ടും വരില്ല. അതിനേക്കാൾ കുറച്ച് ചെറിയ ദിവസങ്ങളാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിൻ്റെ ആൻസറിലേക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ആദ്യം എഫിഷ്യൻസി വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എക്ക് 20 ദിവസമാണ് വേണ്ടത്, 30 ദിവസമാണ് ബിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ എക്ക് 20ഉം ബിക്ക് 30ഉം ആണെങ്കിൽ ഈ രണ്ട് സംഖ്യകളുടെയും ലസാഗു LCM ആയിട്ട് വരുന്ന സംഖ്യ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതിന് നമ്മൾ എഫിഷ്യൻസി എന്നാണ് പറയുക. എഫിഷ്യൻസിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് 20ഉം 30ഉം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും ലസാഗുമായിട്ട് നമുക്ക് ഏതാ പറയാൻ പറ്റുമോ, രണ്ടും ഒരുപോലെ നമുക്ക് ഹരിക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെയുള്ള ഒരു സംഖ്യയാണ് വേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മളിപ്പോൾ 100 എടുക്കുന്നത്, 100 എന്ന് വെച്ചാൽ നമുക്ക് എന്താ 30നെ പൂർണ്ണമായി നമുക്ക് അതിനെ ഹരിക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. എന്നാൽ 120 എടുത്താലോ, 120-നേക്കാൾ കുറച്ചും കൂടി കുറവ് നമുക്ക് എഴുതാം. 60 എന്ന് പറയുന്നൊരു സംഖ്യ ഉണ്ട്, 60. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 20നെയും നമുക്ക് 60നെ എന്ത് ചെയ്യാം, 20 കൊണ്ടും നമുക്ക് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും, 60നെ 30 കൊണ്ടും നമുക്ക് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലസാഗു 60 ആയിട്ട് എടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൈഡിൽ ചെയ്ത് നോക്കുക. 20, 30 കൂടി എടുത്തിരുതാ ലസാഗു ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക. 20, 30 രണ്ടിലും പൊതുവായി പോകുന്ന സംഖ്യ 10 ഉണ്ട്, അല്ലേ? 10 ആയതുകൊണ്ട് ഇവിടെ 2 തവണ, ഇവിടെ 3 തവണയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതിലെന്താണ്, 2 ഉണ്ട്. 2 ഒരു തവണ, 3 പോകാത്തതുകൊണ്ട് അതും കൊണ്ട് താത്തി എഴുതുക. ഇതിനെല്ലാം കൂടി ഗുണിക്കുക. 10 ഗുണിക്കണം 2, 20 ആണ്. 20നെ 1 കൊണ്ട് ഗുണിച്ചാൽ 20 തന്നെയാണ്. അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 60 വരിക. അപ്പോഴും നമുക്ക് ലസാഗു 60 കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ 60നെ ഈ 20 കൊണ്ട് ഹരിക്കുക. എത്രയാണ് വരുന്നത് നോക്കുക. അതാണ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനം. ഈ 60നെ ഈ 20 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും, 3 നില കിട്ടുക, 3 കിട്ടും. ഈ 60നെ 30 കൊണ്ട് ഹരിച്ചാലോ 2 കിട്ടും. ഇതാണ് നമ്മുടെ ശരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനം. അതായത് ഇതിൻ്റെ അർത്ഥം എ എന്ന് പറയുന്ന ആൾക്ക് ഈ ആകെ ഇവിടെ 60 പണിയുണ്ടെന്ന് വിചാരിക്കുക, 60 ജോലി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ 60 ജോലി പൂർത്തിയാക്കാൻ 20 ദിവസമാണ് എക്ക് ആവശ്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ആ എ എന്ന് പറയുന്നത് എത്ര ജോലി ചെയ്ത് തീർക്കും എന്നുള്ള കണക്കാണ് ഇവിടെ എഫിഷ്യൻസി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഈ 60 ജോലി ചെയ്ത് തീർക്കാൻ 20 ദിവസം വേണമെങ്കിൽ ഒരു ദിവസം എ എത്രയും 3 ജോലിയാണ് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം 3 ജോലി ചെയ്തിട്ടാണ് 20 ദിവസം കൊണ്ട് ഈ 60 എണ്ണം തീർക്കുന്നത്. അതുപോലെ തന്നെ ബിയിലേക്ക് വന്നാൽ ബി ഒരു ദിവസം 2 ജോലിയാണ് ചെയ്യുക. അങ്ങനെ 30 ദിവസം ജോലി ചെയ്തിട്ടാണ് 60 പണി തീർക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാളും കൂടി ചെയ്ത് എത്ര ദിവസം വേണമെന്നല്ലേ നിങ്ങളോട് ചോദിച്ചത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, എയുടെ എഫിഷ്യൻസി 3 ആണ്, ബിയുടെ എഫിഷ്യൻസി 2 ആണ്. അതായത് ഒരു ദിവസം എ 3 പണിയെടുക്കും, ബി 2 പണിയെടുക്കും. അപ്പോൾ രണ്ടാളും കൂടി ചേർന്നാൽ, എയും ബിയും കൂടെ ചേർന്നാൽ രണ്ടാളും കൂടി ഒരു ദിവസം എത്ര പണിയെടുക്കും, ഇയാളത് 3 മറ്റേത് 2, അങ്ങനെ ടോട്ടൽ 5 ദിവസത്തെ പണിയെടുക്കുമല്ലോ, അല്ല 5 പണിയെടുക്കുമല്ലോ ഒരു ദിവസം.
എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടി ചേർന്നാൽ 5 പണിയാണ് ഒരു ദിവസം എടുക്കുക. അങ്ങനെ അവർ ഒരു ദിവസം 5 പണി എടുക്കുമെങ്കിൽ ആകെ 60 പണി ഉണ്ടെങ്കിൽ എത്ര ദിവസം അവർക്ക് വേണ്ടി വരും ഇത് കംപ്ലീറ്റ് തീർക്കാൻ? ഒരു ദിവസം 5, രണ്ടാമത്തെ ദിവസം 10 പണി, മൂന്നാമത്തെ ദിവസം 15 പണി, അങ്ങനെ എത്ര ദിവസം വേണ്ടി വരും ഈ 60 പണിയാവാൻ? അതിനൊന്നും നോക്കണ്ട. അതുകൊണ്ട് എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ജോലി കാണാൻ ഈ ആകെ ജോലിയായ 60നെ അവർ ഒരു ദിവസം എടുക്കുന്ന 5 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. ഉത്തരം എത്ര കിട്ടും? 60ൽ 6ൽ 5 ഒരു തവണ പോകും, ബാക്കി 10 അല്ലേ, 10ൽ 2 തവണ എന്ന് വെച്ചാൽ 12 ദിവസം എടുക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യമുണ്ട്, ചെയ്യാനോട്ടിരിക്കാൻ പറഞ്ഞുതരാം. ഇവിടെ രണ്ടാളത് മാത്രം ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു സമവാക്യ രൂപത്തിൽ ചെയ്യാൻ പറ്റും, അറിയുന്നവരായിരിക്കും. അതായത് ഇപ്പം ഒരാളത് എക്സ് എന്ന് പറഞ്ഞാലും മറ്റേത് വൈ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ഒരു ജോലി ചെയ്യിക്കാൻ നിശ്ചിത ദിവസവും വൈ ഒരു ജോലി ചെയ്ത് തീർക്കാൻ മറ്റൊരു ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടാളും കൂടെ ചേർന്നിട്ട് ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. എക്സ് ഗുണിക്കണം വൈ ബൈ എക്സ് കൂട്ടണം വൈ എന്ന് പറഞ്ഞ ഒരു സമവാക്യത്തിൽ നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് വെറുതെ നോക്കിയാൽ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എയും മറ്റേത് ബി ആയിട്ടും കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ എ കൂട്ടണം എ ബി ബൈ എ പ്ലസ് ബി അങ്ങനെയും മതി. ഇതാ എയും ബി ആണ് ഇവിടെ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് സമവാക്യത്തിൽ ഇങ്ങനെ എഴുതാം. എ ഗുണിക്കണം ബി ബൈ എ കൂട്ടണം ബി എന്നുള്ള ഒരു സമവാക്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിലേക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഇതാ കിട്ടും. എയും ബിയും എത്ര? 20 30 തന്നത്. 20 ഗുണിക്കണം 30 ബൈ 20 കൂട്ടണം 30 വരിക. 20 30 കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം 600 വരിക. തൊട്ട് താഴെ 2 കൂടി കൂട്ടിയാൽ 50 വരിക. ഈ 0 0 വെട്ടാം. ബാക്കി 60 ഹരിക്കണം 5 60 ഹരിക്കണം 5 12 തന്നെയാണ് ഇവിടെ കിട്ടുക. അങ്ങനെയും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 20 സംഖ്യകളുടെ ശരാശരി 25 22 28 എന്നീ സംഖ്യകൾ മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാകും എന്നാണ് അടുത്ത ചോദ്യം. എന്താണ്? 20 സംഖ്യകളുടെ ശരാശരി 25 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആകെ സംഖ്യകൾ എത്രയാണ് തന്നിട്ടുള്ളത്? ആകെ സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്, എണ്ണം തന്നിട്ടുണ്ട് 20 എണ്ണമാണ്. അവരുടെ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 25 എന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് നിങ്ങളോട് ചോദിക്കുന്ന കാര്യം എന്താണ് ചോദിച്ചത്? അതിൽ നിന്നും 22 അതുപോലെ 28 ഈ 2 സംഖ്യകളെ മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചത് അല്ലേ? ബാക്കിയുള്ളതിൻ്റെയാണ് ശരാശരി വേണ്ടത്. ഇപ്പോൾ 20 എണ്ണം ഇവിടെ ഉണ്ട്, അതിൻ്റെ ശരാശരി 25. ഈ 2 എണ്ണത്തിൽ അങ്ങോട്ട് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതിൻ്റെ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ചെയ്യേണ്ട കാര്യം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, 20 25 ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എണ്ണവും ശരാശരിയും കിട്ടിയാൽ അതിൻ്റെ തുകയൊക്കെയായി ബന്ധപ്പെട്ടൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? ശരാശരി കിട്ടുക. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ശരാശരിയും അതുപോലെ തന്നെ എണ്ണവും നമുക്ക് തന്നിട്ടുണ്ട്. തുക കണ്ടുപിടിക്കാൻ പണിയൊന്നുമില്ലല്ലോ. തുക കിട്ടാൻ ഇവരെ രണ്ടാളും തമ്മിൽ ഗുണിച്ചാൽ പോരെ. അപ്പോൾ തുക കിട്ടണമെങ്കിൽ, അതായത് ഇവിടെയുള്ള 20 ആളുകളുടെയും തുക കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ ശരാശരിയെ എണ്ണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അതായത് 20 ഗുണിക്കണം 25 എന്ന് പറഞ്ഞാൽ ആ 20 സംഖ്യകളും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന തുക നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. എത്രയാണ്? 20നെ 25 കൊണ്ട് ഗുണിച്ചാൽ 2നെ 25 കൊണ്ട് ഗുണിച്ചാൽ 50 50 ആണ്. ഈ ഒരു 0 കൊണ്ട് ചേർത്താൽ 500 കിട്ടും അല്ലേ? 20 ഗുണിക്കണം 25 500 ആ സംഖ്യകളുടെ തുകയായിട്ട് വരിക. ഇനി ഈ തുകയിൽ എന്തായാലും ഈ 22 28 ഉൾപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെയാണ് നമ്മളോട് പറയാൻ കാരണം 22 28 എന്നീ സംഖ്യകൾ മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരിയാണ് വേണ്ടത്. ശരാശരി കാണണമെങ്കിൽ തുക വേണം, എണ്ണം വേണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആകെ തുകയിൽ നിന്നും ഈ 2 സംഖ്യകൾ അങ്ങോട്ട് ഒഴിവാക്കണം. അപ്പോൾ ആകെ തുക 500. ആ 500ൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 സംഖ്യകളെ ഒഴിവാക്കാമല്ലോ. ഈ 2 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 22 28 കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ്? 50 വരും അല്ലേ? ഈ 50 അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. 500ൽ നിന്നും 50 കുറച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ്? 450 എന്ന് പറയുന്ന സംഖ്യയാണ്. 450 ആണല്ലോ, 450 കിട്ടും. ഇനി ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 450 ഇപ്പോൾ പുതിയ തുക അല്ലേ? നമ്മുടെ പുതിയ തുക എന്ന് പറയുന്നത് 450. പുതിയ തുക നമുക്ക് കിട്ടി 450 വരിക. എന്നാൽ എണ്ണം നമുക്കറിയാം ഇവിടെ 20 തന്നെയാണ് തന്നിട്ടുള്ളത്. പക്ഷേ നേരെ പോയിട്ട് 20 എന്ന് നമ്മൾ എഴുതാൻ പാടില്ല, അത് തെറ്റും. കാരണം എന്താ? 20 അല്ല, ആദ്യം 20 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ 2 ആളെയായിരുന്നു ഒഴിവാക്കി. ആരൊക്കെ? 22നെയും 28നെയും ഒഴിവാക്കി. അപ്പോൾ ബാക്കി എത്രയുള്ളത്? 18 സംഖ്യകളെ ഉള്ളൂ. ഇനി അതിൻ്റെ ശരാശരി കാണാൻ ഒരു പണിയില്ല. അതുകൊണ്ട് ശരാശരി അല്ലെങ്കിൽ ആവറേജ് സമം എന്ത് ചെയ്താൽ മതി? തുകയെ എണ്ണം കൊണ്ടാണ് ഹരിക്കേണ്ടത്. നമ്മളിവിടെ സമവാക്യം എഴുതി വെച്ചിട്ടുണ്ട്. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഇതാ തുക പറയുന്നത് 450, എണ്ണം എന്ന് പറയുന്നത് 18 ഹരിക്കുക. ഹരിക്കാൻ പണിയൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? 2 നോക്കിയാൽ 18 45 2 9 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും അല്ലേ? 18ൽ 9 2 ഉണ്ട്. 45ൽ 9 എത്ര ഉണ്ട്? 5 തവണ അല്ലേ? 5 9 45. അപ്പോൾ 450ലോ 50 ഉണ്ട്, 50 ഉണ്ട്. ഇനി ഈ 2 50ൽ എത്ര ഉണ്ട്? 25 തവണയാണ് പോവുക. അപ്പോൾ നമ്മുടെ ആൻസർ 25 വരിക. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച പോലെ എന്ത് ചെയ്യുക? 450നെ 18 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഹരിക്കുക. 45ൽ 18 പോകുക നോക്കുക. എത്ര തവണ പോകും നോക്കുക. എത്ര? 2 തവണ അല്ലേ? 2 18 36 അല്ലേ? അങ്ങനെ ഹരിച്ചു നോക്കുക.
ബാക്കി എത്ര ഇവിടെ വരിക? ബാക്കി വരുന്നതിന് എത്രയാണ്? 9 വരിക അല്ലേ? 36 9 45. അപ്പോൾ ഒരു 0 കൂടി ഉണ്ട്, 90. 90 എത്ര 18 ഉണ്ടെന്ന് നോക്കുക. 18 എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം 18 90. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാ ഓപ്ഷൻ ബി ആണ്, 25 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബാഗിൻ്റെ വില 10% കൂട്ടിയ ശേഷം 10% വില കുറച്ച് 693 രൂപയ്ക്കാണ് വിറ്റത്. എന്നാൽ ഈ ബാഗിന് ആദ്യം ഉണ്ടായിരുന്ന വില എത്ര രൂപയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഒരു ബാഗിൻ്റെ വില അവരെന്ത് ചെയ്തു? ആദ്യം 10% കൂട്ടി, പിന്നെ 10% കുറച്ചു. അങ്ങനെ കുറച്ചിട്ട് 693 രൂപയ്ക്കാണ് വിറ്റത്. എന്നാൽ ഈ ബാഗിന് ആദ്യം ഉണ്ടായിരുന്ന വില എത്ര ആണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ആദ്യം ഉണ്ടായിരുന്ന വില എത്രയാണ് എന്നാണ് നമ്മളോടിപ്പോൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആൻസറിലേക്ക് പോകണം അല്ലേ? അപ്പോൾ അതിന് ഏതോ ഒരു പൈസ ഉണ്ട്, നമുക്കറിയില്ല എത്ര ഒരു എമൗണ്ട് ഉണ്ട്. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? 10% കൂട്ടി, പിന്നെ 10% കുറച്ചു. അങ്ങനെ കുറച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ 693 രൂപയ്ക്കാണ് വിറ്റത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൃത്യമായിട്ട് ഒന്ന് നോക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒരു പണിയുമില്ല. നോക്കാം നമുക്ക്. ഇതാ അതിന് ഏറ്റവും നല്ല ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. വെറുതെ ഇവിടെ 100 രൂപയാണ് ബാഗിൻ്റെ യഥാർത്ഥ വില എന്ന് വെറുതെ നിങ്ങൾ വിചാരിക്കുക. 100 രൂപ. അപ്പോൾ അതിൻ്റെ 10% ആദ്യം അവർ കൂട്ടിയെന്ന് വിചാരിക്കുക. 10% കൂട്ടി. 10% കൂട്ടുന്നു എന്ന് പറഞ്ഞാലോ എത്രയായിരിക്കും? 100ൻ്റെ 10% ഞാൻ പറഞ്ഞു, 10% കാണണമെങ്കിൽ അവസാനത്തെ 0 കളഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ 10 വരിക. അപ്പോൾ 100ൻ്റെ 10% എന്ന് വെച്ചാൽ 110 വരിക. 10% കൂട്ടി. ഇനി 10% കുറച്ചു എന്ന് പറഞ്ഞാലോ, 10% കൂട്ടിയപ്പോൾ 110 ഇനി 10% കുറക്കുന്നു. അപ്പോൾ നേരെ വീണ്ടും 10 കുറച്ച് 100 എന്ന് പറയാൻ പാടില്ല. 110ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? ഇവിടെ വരുന്നത് ഈ 0 കൊണ്ട് പോയാൽ 11 വരിക അല്ലേ? അപ്പോൾ 110ൽ നിന്ന് 11 വേണം കുറയ്ക്കാൻ. അപ്പോൾ നമുക്ക് വരുന്നത് 99 വരിക. 99 വരിക ആണല്ലോ. അപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 100 ആണെന്ന് ഞാൻ ഫുള്ളായിട്ട് അതിനെടുക്കുന്നു. അതിൻ്റെ 10% കൂട്ടി എന്ന് പറഞ്ഞപ്പോൾ അത് 110 വീണ്ടും അതിൽ നിന്ന് 10% കുറച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് 99 അല്ലേ? 99 ഓക്കെ. ഇനി അങ്ങനെ 99 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇവിടെ ബാഗിൻ്റെ വില ശരിക്കും 100% ആ ബാഗിൻ്റെ വില, യഥാർത്ഥ വില 100% ഉള്ളത്. നമുക്കത് അറിയില്ല. പക്ഷേ 10% കൂട്ടിയിട്ട് 10% കുറച്ചു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് 99% ശരിക്കും എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ബാഗിൻ്റെ വില, അവർ വിൽക്കുന്ന വില 99% ആ ബാഗ് വിറ്റത്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഓക്കെ, മനസ്സിലായില്ലേ? 100% അതിൻ്റെ ബാഗിൻ്റെ യഥാർത്ഥ വില. പക്ഷേ ആ 100%-നല്ല അവർ വിൽക്കുന്നത്, കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ട്രിക്ക് എന്ന് വെച്ചാൽ ആദ്യം അവർ 10% കൂട്ടി, പിന്നെ 10% കുറച്ചു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വരുന്നതിൽ 99%. ആ 99% എന്ന് പറയുന്ന സാധനമാണ് ശരിക്കും എത്ര? 693 രൂപ. 693 രൂപ എന്ന് പറയുന്നത് 99%. നമുക്ക് 100% വേണ്ടത്. അതിനെന്ത് ചെയ്താൽ മതി? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആൻസർ കിട്ടും. അതായത് 693 ഗുണിക്കണം 100 എന്ന് പറയുന്നത് 99 ഗുണിക്കണം ഇവിടെയുള്ള വിലക്ക് തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100% വേണ്ടതെങ്കിൽ 693 ഗുണിക്കണം 100 ക്രോസ് ആയിട്ട് നിങ്ങൾ ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ഈ 99 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. 99 കൊണ്ട് ഹരിച്ചാൽ മതി. ഇത് ഹരിക്കാൻ ഇനി പ്രത്യേകിച്ച് പണിയുണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന മെത്തേഡിലേക്ക് തന്നെ പോകണം, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഇത് രണ്ടും നോക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് ഹരിക്കാം, 9 കൊണ്ട് ഹരിക്കാം, എങ്ങനെ വേണം നമുക്ക് ഹരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ 3 കൊണ്ട് ഞാൻ ഹരിക്കാമെന്ന് പറഞ്ഞാൽ 3 കൊണ്ട് 9 കൊണ്ട് ഹരിച്ചാൽ നോക്കിയാൽ 99 എത്ര 9 ഉണ്ട്? 9 ഒരു തവണ, ഈ 9 ഒരു തവണ 11 9 ആണ് 99. അപ്പോൾ ഇതിലേക്ക് വന്നാലോ 6 9 പോവില്ല. അപ്പോൾ 69 എത്ര 9 ഉണ്ട് നോക്കുക. എത്ര 9 ഉണ്ട്? 5 9 45 ആണ്, 6 9 54 7 9 63 7 9 63 ഇവിടെ 69 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 6 ബാക്കിയുണ്ട്. ആ 6 ഇതിനോട് ചേർന്ന് ഇവിടെ വീണ്ടും 63 അപ്പോൾ 63 വീണ്ടും 9 കൊണ്ട് നമ്മൾ ഹരിച്ചെത്ര വരും? 7 തന്നെ വരും അല്ലേ? 77 വരിക. ഇനി നിങ്ങൾ ഈ 11 77 സിമ്പിളായിട്ടല്ലേ? 11 എന്ന് പറഞ്ഞാൽ 77 7 തവണയാണ് ഉള്ളത്. അപ്പോൾ 7 ഗുണിക്കണം 100, അത് നമ്മുടെ ആൻസർ 7 ഗുണിക്കണം 100 എന്ന് വരും. അപ്പോൾ 7 ഗുണിക്കണം 100 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും. എത്രയാണ് വരിക? 7 ഗുണിക്കണം 100 എന്ന് വെച്ചാൽ 700 രൂപ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇതാ ഓപ്ഷൻ ഡി ആണ്. 700 രൂപയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അല്ലാതെ നിങ്ങൾ എക്സ് എടുക്കാനും വൈ എടുക്കാനും ഒന്നിനും പോകണ്ട. 700 രൂപയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കാനായിട്ട് ഉള്ളത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ 99% എന്നുള്ള ഐഡിയ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. യഥാർത്ഥ വിലയിൽ നിന്നും 1% അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇല്ല ഓപ്ഷൻ നിങ്ങൾ നോക്കുക. ഏറ്റവും സിമ്പിളായിട്ട് കാണുന്ന ഒരു ഓപ്ഷൻ ഇവിടെ 700 ആണ്. അപ്പോൾ 700 രൂപയിൽ നിന്നും അതിൻ്റെ 1% കുറച്ചിട്ട് എത്രയും കിട്ടുന്ന നോക്കിയാൽ മതി. 700ൻ്റെ 10% എന്ന് വെച്ചാൽ 70 ആണ്. അപ്പോൾ 1% എന്ന് വെച്ചാൽ ഒന്നും കൂടി 0 7 ആണ്. 700ന്ന് 7 പോയാൽ നമുക്ക് കിട്ടുന്നത് 693 ആണ്. അപ്പോൾ ആ വിറ്റ വില ഇവിടെ നിന്ന് കിട്ടി. അങ്ങനെയും സിമ്പിളായിട്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് പോകുന്നു. ചുവടെ കൊടുത്തുള്ളവയിൽ ഏറ്റവും ചെറിയത് ഏത് എന്നാണ്? ഏറ്റവും ചെറുത് ഏത് എന്നാണ് ചോദിച്ചത്. ഇവിടെ ABCD 4 തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറുത് ഏത് എന്നാണ് ചോദിച്ചത്. നോക്കിയേ, 0.5 ഗുണിക്കണം 0.05, 25 ഹരിക്കണം 100, 5 ഹരിക്കണം 100 ഹരിക്കണം 10 ഹരിക്കണം 5,
അല്ലേ? 5/100 5/100 അതുപോലെ 10/5 5/1000 ഗുണിക്കണം 5/10 അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുതാണ് ചോദിക്കുന്നത്. ഏറ്റവും ചെറുത് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും നല്ല ട്രിക്ക് എന്ന് വെച്ചാൽ എന്താണ്, ആ തന്നിട്ടുള്ള ഓരോന്നിൻ്റെ യഥാർത്ഥ വില എത്രയാണ് വരുവാന്ന് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓരോന്നിൻ്റെ വില എത്ര വരുന്നു നോക്കണം, ഓരോന്നായിട്ട് തന്നെ നോക്കണം, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തത് 0.5 ഗുണിക്കണം 0.05 ഇതിൻ്റെ വില എത്രയാണെന്ന് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു രണ്ട് ദശാംശം, നിങ്ങൾ ദശാംശ സംഖ്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ദശാംശ സ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വെറും സംഖ്യയായിട്ട് എടുക്കുക. അതായത് ഇവിടെ 5 ഇവിടെയും 5, ഈ 5ഉം 5ഉം ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടുക, ആ ഗുണിച്ചാൽ കിട്ടുന്നത് മാത്രം ഒന്ന് എഴുതുക. 5ഉം 5ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് 25 എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ, 0.5 ഗുണിക്കണം 0.05 പകരം 5 ഗുണിക്കണം 5, ബാക്കി ദശാംശം എല്ലാം നമ്മൾ ഒഴിവാക്കി വെറും സംഖ്യ മാത്രം നമ്മൾ ഗുണിച്ചു. അപ്പോൾ 5ഉം 5ഉം ഗുണിച്ചപ്പോൾ 25 എന്ന് കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ദശാംശ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് അതിൽ കൊടുക്കുക. അതായത് ഒന്നാമത്തേൽ ഒരു ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണുള്ളത്, ഇവിടെ ദശാംശത്തിന് ശേഷം 2 സ്ഥാനമാണുള്ളത് അല്ലേ. ഇതിൽ ഒരു സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പോൾ ആകെ എത്ര ദശാംശ സ്ഥാനമുണ്ട്, ഇത് രണ്ടും കൂടി കൂട്ടുക, 1 കൂട്ടണം 2, ഇവിടെ 3 ദശാംശ സ്ഥാനം ഇത് രണ്ടിലും കൂടി ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഉത്തരത്തിൽ 3 ദശാംശ സ്ഥാനങ്ങൾ വേണം. അതായത് 1 2 ഇവിടെയുണ്ട്, മൂന്നാമത്തെ ഒരു 0 ഇവിടെ ചേർത്താൽ മതി. അപ്പോൾ 3 സ്ഥാനങ്ങളായി, എന്നിട്ടൊരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 0.025 ആണ് ആദ്യത്തേതിൻ്റെ രണ്ടും കൂടി ഗുണിച്ച് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഓക്കെ, അതിന് കുറച്ചും കൂടി ഒന്ന് മിനിക്ക് എഴുതിയാൽ ഇങ്ങനെയാണ് എഴുതുക, 0.025 എന്നാണ് നമുക്ക് ഉത്തരം വരിക. ഓക്കെ, അപ്പോൾ ദശാംശ സംഖ്യകൾ നിങ്ങളൊന്ന് കവർ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടി കൃത്യമായിട്ട് പിടികിട്ടും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ആ ടോപ്പിക്കായിട്ട് ഒന്നും കൂടി ചെയ്തു തരാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ ബി ആണ്. 25/100 ആണ്. 25/100ൻ്റെ ഉത്തരം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 25/100 നമുക്ക് രണ്ട് ചെയ്യാം. എന്ത് ചെയ്യാം, നേരിട്ട് നമുക്ക് ഹരിക്കാം, അല്ലെങ്കിൽ ഒന്നുകിൽ സിംപ്ലിഫൈ ചെയ്യാം. അതായത് 25 100 രണ്ടിനെ നമുക്ക് 25 കൊണ്ട് വേണം ചെറുതാക്കാൻ പറ്റും. 25 ഒരു തവണ പോകും, 100ൽ 25 4 തവണ പോകും അല്ലേ. ഇതിനെ വേണം നമുക്ക് തന്നെ 1/4 എന്ന് എഴുതാം. 1/4 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാൽഭാഗമാണ്. കാൽഭാഗം എന്ന് വെച്ചാൽ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്, 0.25 ഭാഗമല്ല, ഇതല്ലേ കാൽഭാഗം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1/4 എന്ന് വെച്ചാൽ 1/4 എന്നാണ് അതിൻ്റെ അർത്ഥം. 1നെ 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു 0 ചേർക്കും. 0 ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോയിന്റ് ഇവിടെ നമ്മൾ കൊടുക്കണം. ഇനി 10നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 10ൽ 4 2 തവണയുള്ളത്. 2 ഗുണിക്കണം 4 8 ആണ്. 10 8 പോയാൽ 2 ആണ് അല്ലേ. അപ്പോൾ 2നെ നമുക്ക് വീണ്ടും 4 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു 0 ഇവിടെ താഴെ ചേർക്കും. അപ്പോൾ വീണ്ടും ഒരു ദശാംശം ഒന്നും കൊടുക്കണ്ട, ഒറ്റ തവണ കൊടുത്താൽ മതി. 20ൽ എത്ര 4 ഉണ്ട് നോക്കും, 5 തവണയാണ് പോവുക അല്ലേ. 5 4 20 ആണ്. 5 4 20 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ 0.25 എന്നാണ് കിട്ടുക. ഇത് രണ്ടും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഏറ്റവും ചെറുത്. ഇവിടെ പോയിന്റിന് ശേഷം 2 സ്ഥാനമാണ്, ഇവിടെ പോയിന്റിന് ശേഷം 3 സ്ഥാനമാണ്. അപ്പോൾ ചെറുത് ഇത് തന്നെയാണ് വരിക അല്ലേ. 0.25 0.25 ആണ്. അപ്പോൾ ചെറുത് ഇത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇവിടെ വീണ്ടും വരാനുണ്ട്. അടുത്ത് നോക്കാം, നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്ത് നോക്കിയേ, 5/100 ആണ്. 5/100 ഹരിക്കണം 10/5 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. 10/5 അല്ലേ. ഇത് ഒന്നാമത്താണ്, എ ആണ്. ഇപ്പോൾ ചെയ്തത് ബി ആണ്. ഇനി ചെയ്യാൻ പോകുന്നത് സിയുടേതാണ്. അപ്പോൾ 5/100 ഹരിക്കണം 10/5 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ പറഞ്ഞാൽ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതുക, രണ്ടാമത്തത് ഹരിക്കണം എന്നുള്ളതിന് പകരം ഗുണിക്കണം എന്നുള്ള ചിഹ്നം എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഭിന്നസംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്താലെ തിരിച്ചിട്ട് എഴുതുക. 10/5 പകരം 5/10 എന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 10 റെസിപ്രോക്കൽ എന്നൊക്കെ പറയും, നമ്മൾ തിരിച്ചിട്ടിട്ട്. ഓക്കെ, അപ്പോൾ 5/10 എന്ന് എഴുതുക. അതായത് ഹരിക്കണം 10/5 പകരം ഗുണിക്കണം 5/10 എന്ന് എഴുതാൻ പറ്റും. നമുക്ക് നേരെ തിരിച്ചിട്ട് എഴുതാം. ഇനി ഇതെന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ എളുപ്പത്തിൽ കിട്ടും. വേണമെങ്കിൽ നേരിട്ട് തന്നെ ഇവിടുന്ന് ചെയ്യാം. 5 ഗുണിക്കണം 5 നമുക്ക് ഗുണനം വരുന്ന സമയത്ത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഭിന്നസംഖ്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. രണ്ട് ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ പറഞ്ഞാൽ അവരുടെ അംശവും തമ്മിൽ നിങ്ങൾ ഗുണിക്കുക, ഛേദവും തമ്മിൽ ഗുണിക്കുക. 5 ഗുണിക്കണം 5 എന്ന് വെച്ചാൽ 25 ആണ്. തൊട്ട് താഴെ 100 ഗുണിക്കണം 10 എന്ന് വെച്ചാൽ 1000 ആണ്. 25/1000 ആണ് ഇവിടെ വരിക. ആദ്യത്തേൽ നമുക്കറിയാം, രണ്ടാമത്തേൽ 25/100 വന്നപ്പോൾ 0.25 ആണ്. ഇവിടെയോ 25/1000 ആണ് വരുന്നത്. അപ്പോൾ എത്ര ഉത്തരം വരുമോ നിങ്ങൾക്ക് ചെയ്യാണ്ട് തന്നെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഒന്നും കൂടി നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഒരു പണിയില്ല, വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുമേ. നമ്മൾ ഈ താഴെ ഭാഗത്ത് 0 വന്നാൽ നമ്മൾ ഒന്നും നോക്കണ്ട, അംശത്തിലുള്ള ആ നമ്പർ അതുപോലെ ഇങ്ങോട്ട് എഴുതുക. ഇനി എന്ത് ചെയ്യുക, ഇവിടെ എത്ര 0 ഉണ്ട് നോക്കിയാൽ 1 2 3 0 താഴെയുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ 3 സ്ഥാനങ്ങൾ വിട്ടിട്ട് പോയിന്റ് കൊടുത്താൽ മതി. അതായത് 1 2 സ്ഥാനം ഇവിടെ ഉണ്ട്, മൂന്നാമത്തെ ഇല്ലാത്തതുകൊണ്ട് ഒരു 0 ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പോയിന്റ് ചേർക്കുക. അപ്പോൾ 0.025 തന്നെയാണ് ഇവിടെ ഉത്തരം വരിക. ഇതേ സാധനം വേണമെങ്കിൽ മിനിക്ക് എഴുതിയാൽ 0.25 എന്നൊക്കെ നമുക്ക് എഴുതാം. ഇതാണ് മൂന്നാമത്തത്. ഇനി നമ്മൾ നാലാമത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോയെന്ന്, അതും എന്താ വരുമോ നമ്മൾ നോക്കാൻ പോയത്. നോക്കാം എന്താണ്. 5/1000 ആണ്. 5/1000 ഗുണിക്കണം 5/10 ആണ് അവിടെ തന്നിട്ടുള്ളത്.
5/1000 ഗുണിക്കണം 5/10. 5/1000 ഗുണിക്കണം 5/10 നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ ഇപ്പോൾ എഴുതിയ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും ഗുണിക്കലായതുകൊണ്ട് അംശവും ഔഷവും തമ്മിൽ ഗുണിക്കുക. 5 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ 25 വരിക. തൊട്ട് താഴെ 1000 ഗുണിക്കണം 10 എത്ര വരും? 10000 വരിക. 1000 ഗുണിക്കണം 10 എന്ന് വെച്ചാൽ 10000 വരിക. ഇത് നമ്മളിപ്പോൾ എഴുതിയ പോലെ തന്നെ എന്ത് ചെയ്യുക? ദശാംശ സംഖ്യയായിട്ട് എഴുതണം. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം അംശത്തിലുള്ള ആ നമ്പർ നിങ്ങൾ അതുപോലെ എഴുതി വെക്കുക. ഇവിടെ എത്ര പൂജ്യം ഉണ്ട് നോക്കുക? 1 2 3 4 4 പൂജ്യം. അപ്പോൾ നമ്മൾ ഉത്തരം എന്ത് ചെയ്യണം? 4 സ്ഥാനങ്ങൾ വിട്ടിട്ട് വേണം നിങ്ങൾ ദശാംശം കൊടുക്കാൻ. അതായത് 1 2 സ്ഥാനം ഇവിടെയുണ്ട്, 3ാമത്തെ സ്ഥാനം, 4ാമത്തെ സ്ഥാനം, എന്നിട്ട് ഒരു പോയിന്റ് കൊടുക്കുക. കറണ്ട് പോയിട്ടുണ്ട്, ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവും. അപ്പോൾ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഈ ആൻസർ കിട്ടും. ഇതിനൊന്നും കൂടി മിനിക്ക് എഴുതിയാൽ 0.0025 എന്ന് എഴുതാൻ പറ്റും. നിങ്ങളോട് ചോദിച്ചത് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഏറ്റവും ചെറുത് ഏതെന്നാണ് ചോദിച്ചത്. ഏറ്റവും ചെറുത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിടെ എല്ലാം 2 5 25 എല്ലാത്തിലും വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ദശാംശത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സ്ഥാനങ്ങൾ വരുന്നത് ഏതാണോ അതായിരിക്കും ചെറുത്. ഓക്കെ, ഇവിടെ പോയിന്റ് 2 5 ഇതാണ് ഏറ്റവും വലുത് വരിക. പിന്നെ അതിനേക്കാൾ കുറച്ച് ചെറുതാണ് 0.25. അത് രണ്ടും തുല്യമാണ്, ഇത് രണ്ടും തുല്യമാണ്. പിന്നെ നോക്കിയാൽ 0.0025 ഇത് കുറേ ചെറുതായി. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതാണ് ഏറ്റവും ചെറുത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 225 മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും? അപ്പോൾ ഇത് നമ്മൾ ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 225 മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും എന്നാണ് ചോദിച്ചത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് വേണ്ട സമയമാണ്. അപ്പോൾ ഇത് സമയം, വേഗതയും അതുപോലെ തന്നെ ദൂരമൊക്കെയായി ബന്ധപ്പെടുത്തിയ ഒരു കാര്യമാണല്ലേ. സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു എന്താണ്, അവിടെ ഒരു റെയിൽവേ ട്രാക്ക്, ഒരു പാലത്തിനെയാണ് ആ ട്രെയിൻ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ പാലത്തിൻ്റെ നീളവും അവിടെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ടെലിഫോൺ പോസ്റ്റാണ്, അത് നമുക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തീവണ്ടിയുടെ വേഗത എത്രയാണ് തന്നതെന്ന് നോക്കുക നിങ്ങൾ. വേഗത, തീവണ്ടിയുടെ സ്പീഡ്, വേഗത എന്ന് വെച്ചാൽ സ്പീഡാണ്, സ്പീഡാണ് 90 km/h ആണ്. അതായത് മണിക്കൂറിൽ 90 km എന്നാണ് പറഞ്ഞത്. ഇതിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ ബാക്കി 25 മീറ്റർ എന്നാണ് നീളം തന്നത്. ഞാൻ ഓപ്ഷൻ ഇവിടുന്ന് ആഡ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയതാണ്. ഓപ്ഷനൊക്കെ തന്നത് സെക്കൻഡിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? km/മണിക്കൂറിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ഇനി ആർക്കും സംശയം ഉണ്ടാവില്ല. km/മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 90നെ 5/18 കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ എത്ര കിട്ടും? ഇന്നലെ ചെയ്തിട്ടുണ്ട്. 18 എന്ന് പറയുന്നത് 90ൽ 5 തവണയുള്ളത്. അപ്പോൾ 5 ഗുണിക്കണം 5 എന്ന് വെച്ചാൽ 25 മീറ്റർ/സെക്കൻഡ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. സംശയമില്ലല്ലോ, 25 മീറ്റർ/സെക്കൻഡ് എന്നാണ് കിട്ടുക. അപ്പോൾ വേഗത കിട്ടി, എസ് കിട്ടി. ഇനി നമുക്കിവിടെ നീളം തന്നിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ദൂരം അല്ലെങ്കിൽ നീളം. തീവണ്ടി സഞ്ചരിക്കുന്നതെന്ന് വെച്ചാൽ 25 മീറ്ററാണ് അതിൻ്റെ നീളം. അപ്പം നിങ്ങൾ ദൂരമായിട്ടോ അല്ലെങ്കിൽ നീളമായിട്ടോ അതന്നെ എടുത്താൽ മതി. ഡി എന്ന് പറയുന്നത് എത്രയാണ്? 225 മീറ്ററാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയം കാണാൻ ഒരു പണിയില്ല, എന്ത് ചെയ്താൽ മതി? നമുക്ക് വേണ്ടത് സമയമാണ്, ടി ആണ് വേണ്ടത് അല്ലേ. എത്ര സമയം വേണ്ടി വരുന്നതാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എന്താണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളൊരു സമവാക്യം നമ്മൾ ഇന്നലെ എഴുതി വെച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നമുക്ക് ടൈം വേണ്ടതുകൊണ്ട് എന്ത് ചെയ്യാം? ടൈം ടി ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദൂരമാണ്, 225 ദൂരം. അതിനെ സ്പീഡായിട്ടുള്ള 25 കൊണ്ട് നിങ്ങൾ ഹരിക്കുക. ഉത്തരം എത്ര കിട്ടുക? 225 എത്ര 25 ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. എത്ര വരിക? 100ൽ 4 25ആണ്. 200ലേക്കാകുമ്പോൾ 8 25 പിന്നെ ഒരു 25 കൂടെ അധികം. അപ്പോൾ ആകെ 9 25 ഉള്ളത്. 9 മീറ്റർ/സെക്കൻഡ് ആണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ 90 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ തീവണ്ടിയുടെ നീളം നമുക്ക് 225 മീറ്ററാണ് തന്നത്. ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള സമയം എന്ന് വെച്ചാൽ 9 സെക്കൻഡാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. ഓക്കെ, അടുത്തത്, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 9:11 ആണ്. സംഖ്യകളുടെ ഉസാഖ 7 ആയാൽ അവയിൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധമാണ് നമുക്ക് എന്ത് തന്നത്? അംശബന്ധം തന്നിട്ടുണ്ട്. എത്രയാണ്? 9:11 എന്ന് തന്നിട്ടുണ്ട്. അവരുടെ ഉസാഖ എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കുക, LCM അല്ല, HCF ആണ്. നമ്മൾ അതൊക്കെ ടോപ്പിക്ക് ചെയ്താണ്, ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ HCF എന്ന് പറയുന്ന സാധനം ഉസാഖയാണ് 7 തന്നിട്ടുള്ളത്. അതിൽ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സംഖ്യയിൽ ചെറുത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറുത് കണ്ടാൽ ഒറ്റയടിക്ക് പോയിട്ട് 9 അല്ലെങ്കിൽ 11 എഴുതാൻ പാടില്ല. ശരിക്കും ശ്രദ്ധിച്ചിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ അംശബന്ധം തന്നുകൊണ്ട് തന്നെ സംഖ്യകൾ 9ഉം 11 തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ 99 ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെന്തും ആവാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ സംഖ്യകൾ നമുക്ക് വേണമെങ്കിൽ അംശബന്ധം തന്നുകൊണ്ട് തന്നെ അംശബന്ധം ഒഴിവാക്കാനായിട്ട് സംഖ്യകൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഞാൻ 9x ആയിട്ടും രണ്ടാമത്തത് 11x ആയിട്ടും ഞാൻ എടുക്കുന്നു. ഇതാണ് സംഖ്യ എന്ന് വിചാരിക്കുക.
അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇനി നമുക്ക് HCF എന്ന് പറയുന്നത് 7 എന്ന് തന്നിട്ടുണ്ട്. ശരിക്കും HCF കാണുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, നമ്മൾ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്ത് ചെയ്യണം? 9xൻ്റെയും 11xൻ്റെയും HCF കാണുകയെന്ന് വെച്ചാൽ HCF എന്ന് വെച്ചാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് അല്ലേ? ഈ രണ്ടിലും ഒരുപോലെ വരുന്ന ഏറ്റവും വലിയ പൊതു ഘടകമാണ് ശരിക്കും എന്ത് പറയുന്നത് ഉസാഗ എന്ന് പറയുന്ന സാധനം. ഈ രണ്ടിലും പൊതുവായിട്ട് കാണുന്ന ഏറ്റവും വലിയ ഘടകം ഏതായിരിക്കും? രണ്ടിലും പൊതുവായിട്ട് ഇപ്പോൾ ഉള്ളത് X ആണുള്ളത് അല്ലേ? അപ്പോൾ X ആണ് ഇവിടുത്തെ ഉസാഗ. അപ്പോൾ Xനെ കൊണ്ട് ഇതിനെ ഹരിച്ചാൽ 9xനെ X കൊണ്ട് ഹരിച്ചാൽ 9 വരും, 11xനെ X കൊണ്ട് ഹരിച്ചാൽ 11 വരും ആണല്ലോ. ഇനി ഇതിനെ വീണ്ടും നമുക്ക് ലസാഗു ആണെന്നോടെ ചെറുതാക്കാൻ പറ്റില്ല, കാരണം രണ്ടിനും പൊതുവായി പോകുന്ന സംഖ്യ ഉണ്ടെങ്കിലേ ഉസാഗ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിക്കാൻ പാടില്ല, എല്ലാം കൂടെ ഗുണിച്ചാൽ ലസാഗു കിട്ടും. പക്ഷേ ഈ സൈഡിൽ മാത്രം കാണുന്ന നമ്പറേ ഉസാഗയായിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഉസാഗ എന്ന് പറയുന്നത് അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത് എന്താണ് വരിക? X ആണ് വരിക. ആ എക്സിൻ്റെ വിലയാണ് ഇവിടെ നമുക്ക് 7 തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി X = 7 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഉസാഗ 7 ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ സംഖ്യയാണ് വേണ്ടത്. ഇതിൽ 9xും 11xും എടുത്താൽ ചെറിയ സംഖ്യ ഏതാ? 9x അല്ലേ? അപ്പോൾ ചെറിയ സംഖ്യ, അതുകൊണ്ട് ചെറിയ സംഖ്യ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ 9നെ എക്സിൻ്റെ വിലയായിട്ടുള്ള 7 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 9 × 7 63 വരിക. ഓക്കെ, അപ്പോൾ ഉത്തരം വരുന്നത് 63 നമ്മുടെ ആൻസറായിട്ട് ഇവിടെ വരിക. ക്ലിയർ? അപ്പോൾ ലസാഗ ഉസാഗ ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ നോക്കാം. സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും? 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുകയാണ് 8 വർഷം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇരട്ടിയാകുന്നത്. അപ്പോൾ വാർഷിക പലിശ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇരട്ടിയാകുന്നതെന്ന് വെച്ചാൽ ഇതാ, ഞാനിപ്പോൾ ഒരു വർഷം 100 രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയാകുന്ന വെച്ചാൽ എന്താണ്? എനിക്ക് എത്രയോ 8 വർഷം കഴിഞ്ഞപ്പോൾ അത് ഇരട്ടിയെന്ന് വെച്ചാൽ എനിക്ക് 200 രൂപ കിട്ടുന്നു അല്ലേ? എന്ന് പറഞ്ഞാൽ 100 ഞാൻ നിക്ഷേപിച്ചാണ്, ബാക്കിയുള്ള 100 എത്രയായിരിക്കും? എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പലിശയായിരിക്കും ആണല്ലോ. അങ്ങനെയാണല്ലോ ടോട്ടൽ 200 ആവുക. ആ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം. സാധാരണ പലിശ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സാധാരണ പലിശ അല്ലേ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് പറയുക. സാധാരണ പലിശ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് SI എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. PNR ഹരിക്കണം 100 എന്ന് പറഞ്ഞൊരു സമവാക്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. P എന്ന് വെച്ചാൽ നമ്മളിടുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, നിക്ഷേപിക്കുന്ന തുകയാണ്. N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, വർഷം, എത്ര വർഷം. R എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, പലിശ നിരക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്. നോക്കി, നിക്ഷേപിക്കുന്ന തുക എത്രയാണെന്ന് അറിയില്ല, അവിടെ നിൽക്കട്ടെ. 8 വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ N എന്ന് പറഞ്ഞാൽ 8 തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് പലിശ നിരക്കാണ്, അത് കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഈ നിക്ഷേപിച്ച തുക ഇരട്ടിയായാൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തുക ഇരട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ 100 രൂപ ഇട്ടിട്ട് അത് ഇരട്ടിയായി എന്ന് വെച്ചാൽ അത് 200 ആയി എന്ന് പറഞ്ഞാൽ ഇട്ട പൈസക്ക് തുല്യമായിരിക്കുമല്ലോ നമ്മുടെ പലിശയും കൂടെ തുല്യമാകുമ്പോഴല്ലേ നമുക്ക് രണ്ടും കൂടെ ഇരട്ടിയായി കിട്ടുക. അപ്പോൾ ഇവിടുത്തെ സാധാരണ പലിശ എന്ന് പറയുന്നത് എത്രയായിട്ടുണ്ടാവും? 8 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നിക്ഷേപിച്ച തുക P ആണെങ്കിൽ ഇവിടെ നിനക്ക് കിട്ടിയ സാധാരണ പലിശയും P ആയിരിക്കണ്ടേ? കാരണം ഞാൻ എത്ര പൈസയാണോ ഇപ്പോൾ P എമൗണ്ട് ഞാൻ നിക്ഷേപിച്ചെങ്കിൽ 8 വർഷത്തിന് ശേഷം അത് ഇരട്ടിയായി എന്ന് വെച്ചാൽ എനിക്ക് 2 P ആയിട്ട് കിട്ടണം അല്ലേ? അപ്പോൾ അതിൽ ഒരു P ഞാൻ ഇട്ടതാണ്, രണ്ടാമത്തെ P എത്രയായിരിക്കും? എനിക്ക് കിട്ടിയ പലിശ ആയിരിക്കും. അങ്ങനെയാണ് രണ്ടും കൂടെ കൂട്ടിയിട്ട് 2P ടോട്ടൽ ആകുന്നത്. അപ്പോൾ സാധാരണ പലിശ P ആയിട്ട് കിട്ടി. അതെല്ലാം ഇതിലേക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് പലിശയുടെ സ്ഥാനത്ത് ഞാൻ P എന്ന് തന്നെ കൊടുത്തു. നിക്ഷേപിച്ച തുകയും P ആണ്. N എന്ന് പറയുന്നത് കാലമാണ്, അത് 8 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 6 നമുക്ക് കണ്ടുപിടിക്കണം /100 അല്ലേ? നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്താൽ ഇതിനെ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ ഇങ്ങനെയാണ് വരിക. ഈ P യെ 100 കൊണ്ട് നമുക്ക് ഗുണിക്കാൻ പറ്റും. അപ്പോൾ 100P എത്ര വരും? P ഗുണിക്കണം 8 ഗുണിക്കണം 6 എന്നാണ് വരിക. രണ്ട് ഭാഗത്ത് P ഉള്ളതുകൊണ്ട് അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കളയാൻ പറ്റും. ബാക്കി വരുന്നത് 100 ആണ്. 100 8 ഗുണിക്കണം 6 എന്നാണ് വരിക. നമുക്ക് 6 പലിശ നിരക്കാണ് വേണ്ടത്. 6 ഈ 8 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 100 ഹരിക്കണം 8 മാറും. 100നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 100നെ 8 കൊണ്ട് ഹരിച്ചാൽ വളരെ എളുപ്പത്തിൽ കിട്ടും. ഒന്ന് ഹരിച്ച് നോക്കിയാൽ 100നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നതിനാണ് 25 ആണ്. അപ്പോൾ 8 കൊണ്ട് ഹരിക്കുമ്പോൾ അതിൻ്റെ പകുതിയാണ് വരിക, 12.5 വരിക. ഓക്കെ, ഇത്രയും ശതമാനം. അപ്പോൾ ആൻസർ 12.5% എന്നതിലാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. അത്യാവശ്യം ഇന്ന് ഞാൻ കുറച്ച് സ്പീഡിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം മെല്ലെ നമുക്ക് സ്പീഡ് കൂട്ടണം, ക്വസ്റ്റിൻ്റെ എണ്ണം കൂട്ടാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കണം. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന ഭാഗങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആ ടോപ്പിക് ഒന്ന് കവർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പോയി ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെ ആ ടോപ്പിക് ഓരോന്നായിട്ട് നിങ്ങൾ തറവായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കിതാ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്താണ് ഞാൻ വീക്കായിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരുപാട് സമയമുണ്ട്, കൃത്യമായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അത് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. അതുപോലെ എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്യണം. സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റ് ചോദ്യങ്ങളാക്കാം. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് എഴുതാൻ. കമൻറ്റായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്മുടെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയിക്കാനും കൂടെ ഉള്ള ഒരു അവസരമുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അടുത്ത ദിവസം കാണാം. താങ്ക് യു.